ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. 28/1/2026 ബുധനാഴ്ച കാർത്തിക നക്ഷത്രമാണ്. രാവിലെ 9:28 വരെ ഇന്ന് കാർത്തിക നക്ഷത്രമുള്ളൂ. അതിനുശേഷം രോഹിണി നക്ഷത്രം തുടങ്ങുന്നതാണ്. സൂര്യൻ്റെ ആധിപത്യമുള്ള നക്ഷത്രമാകുന്നതൊക്കെ ചുറ്റുമുള്ളവരുടെ ഇടയിൽ ഇവർക്ക് ശ്രദ്ധ നേടാനും അവരിൽ നിന്ന് ബഹുമാനം ലഭിക്കാനും ഇടവന്നേക്കാം. സംസാരത്തിൽ വ്യക്തിത്വവും ദൃഢതയും പുലർത്തും. എടുത്തിയ കഴിവത് ഒഴിവാക്കുക. തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം. കാരണം കാർത്തിക 2 കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. കാർത്തിക ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലും 2ഉം 3ഉം 4ഉം പാദക്കാർ ഇടവക്കൂറിലും പെട്ടവരാണ്. അതിൽ ആദ്യത്തെ പാദത്തിൽപ്പെട്ടവർക്ക് 8ര ശനിയുടെ കാലമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇവർ മുന്നോട്ട് പോകേണ്ടത്. മനസ്സിന് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടമുണ്ട്. പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടാനും യോഗം കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുകയും മേലുദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം ലഭിക്കുവാനൊക്കെ ഉള്ളൊരു അംഗീകാരവും പ്രശംസയൊക്കെ ലഭിക്കാനുള്ളൊരു കാലം കൂടിയാണ്. സാമ്പത്തിക രംഗത്ത് ഗുണകരമായ ഒരു കാലമാണ്. മുടങ്ങിക്കിടന്ന ധനം തിരികെ ലഭിക്കുകയോ പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യും. കുടുംബസമാധാനമുണ്ടാകും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷിക്കാൻ ഇടവന്നേക്കാം. ബന്ധുക്കൾ ഒത്തുചേരാനും അവസരം ലഭിക്കും. കണ്ണിനും വയറിനും രോഗം വരാതെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒഴിവാക്കേണ്ട കാര്യം ജന്മനക്ഷത്ര ദിവസം പ്രധാന കാര്യങ്ങൾ തുടങ്ങുകയും ദൂരയാത്ര ചെയ്യുകയൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദേഷ്യം നിയന്ത്രിക്കുക. പരുഷമായ സംസാരം കഴിവതും ഒഴിവാക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ഭജനവും ദോഷഫലങ്ങൾക്ക് കുറവ് നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫലം മനസ്സിലായാലും ഇന്നത്തെ മാത്രമല്ല, ഇനി കാർത്തിക കാലുകാർക്ക് 7ര ശനിയുടെ ഒരു കാലമാണെന്നോട് പറഞ്ഞല്ലോ. ഇതാണ് 7ര ശനി. ഈ 7ര ശനി ആർക്കൊക്കെയാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്? ആർക്കൊക്കെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും? ഇതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് ബാധിക്കാത്തത്? യഥാർത്ഥത്തിൽ 7ര ശനി ബാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനി ജാതകത്തിൽ ഗുണപ്രദമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും ശനിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. 7ര ശനിക്കാലം എന്ന് വെച്ചാൽ ഇത് അനുഭവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കൂടുതലും ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കും. അത്രമാത്രം ശനി ഒരു അധ്യാപകനായിട്ട് മാറുന്നൊരു കാലയളവാണ് 7ര ശനിക്കാലം എന്ന് പറയുന്നത്. 12ലേക്ക് ശനി വരുന്നത്. 12ാം ഭാവം എന്ന് വെച്ചാൽ ബന്ധന ഭാവം എന്ന് പറയും, വ്യയസ്ഥാനം എന്ന് പറയും, അല്ലെങ്കിൽ നഷ്ടസ്ഥാനം എന്ന് പറയും. ഈ 12ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാലുള്ളൊരു ദോഷമെന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ശനി ആർക്കൊക്കെയാണ് കൂടുതൽ ബാധിക്കാത്തത്? യോഗകാരകനായി ശനി നിൽക്കുന്ന ജാതകക്കാർക്ക് ബാധിക്കത്തില്ല. അതുപോലെ ഇടവും മകരം ലഗ്നമായിട്ട് വരുന്നവർക്ക് പിന്നെ ഈ 7ര ശനിക്കാലം ബാധിക്കുക, അല്ലെങ്കിൽ ശനിയുടെ ദോഷം ബാധിക്കുകയില്ല. കുംഭലഗ്നം, അല്ലെങ്കിൽ കുംഭത്തിലും ഇടവത്തിലും അതുപോലെ മകരത്തിലും ഒക്കെ നിൽക്കുന്ന ശനി, അതുപോലെ തുലാം രാശി നിൽക്കുന്ന ശനി, അത് ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി, അതുപോലെ ബന്ധുക്ഷേത്രത്തിലൊക്കെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ ശനി നമുക്ക് കൂടുതൽ ദോഷഫലങ്ങൾ തരത്തില്ല. ഈ ഒരു നക്ഷത്രക്കാർക്ക് എല്ലാ പ്രായക്കാരും ഒരേപോലെയുള്ള സമയത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. അവരുടെ എല്ലാം ദശാകാലങ്ങളെന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളുടെ ദശാകാലവും കാണും, പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും കാണും. അപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്തൊക്കെ ഉള്ള ഒരു ശനിദോഷമാണെങ്കിൽ ദോഷത്തിൻ്റെ ആധിക്യത്തെ കുറയ്ക്കാറുണ്ട്. എന്നിരുന്നാലും ശനിയുടേതായിട്ടുള്ള പണികളൊക്കെ ചെയ്യാറുണ്ട്. 7ര ശനിക്കാലം എല്ലാവരും തന്നെ സൂക്ഷിക്കുക. ശനിദേവനെ എല്ലാവർക്കും തന്നെ പൊതുവെ വളരെ ഭയമാണുള്ളത്. എന്നിരുന്നാലും ശനി വളരെ ഗുണങ്ങൾ തരുന്ന ശനിയാണ്. എല്ലാം പതുക്കെ പോകും എന്നത് മാത്രമേ ഉള്ളൂ. ശനി ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. ദോഷസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി മാത്രമാണ് നമുക്ക് ഒരുപാട് ഫീലിങ്ങും പരാജയം വിഷമതകളും ഒക്കെ നൽകുന്നത്. അപ്പം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷം എങ്ങനെയൊക്കെയാണ് ഒരാളെ ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
12ാം ഭാവത്തിലെ ശനി നമുക്ക് ഏഴര ശനിയുടെ ആദ്യത്തെ കാലഘട്ടമാണ് ഈ 2.5 വർഷം. ഇത് പ്രധാനമായും മനസ്സിനെയും സാമ്പത്തികമായ മേഖലയെയും അല്ലെ സമ്പത്തിനെയും അനാവശ്യ ചിലവുകൾ വരാതെ സൂക്ഷിക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിക്കണം. കടബാധ്യതകൾ ചെന്ന് പെടാതെ സൂക്ഷിക്കണം. അതുപോലെ കയ്യിൽ നിന്ന് ധനമൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുത്താൽ അത് കിട്ടുന്ന കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ. അതുപോലെ മാനസിക പിരിമുറുക്കം, മനസ്സമാധാനമില്ലായ്മ, അകാരണമായ ഭയം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവ അനുഭവപ്പെടാനും മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ആർക്കും തന്നെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പഴി കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകും. അതുപോലെ ജന്മനാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുക, ജോലിയിൽ നഷ്ടമോ ജോലി നഷ്ടപ്പെട്ടു പോവുകയോ അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റമോ ഒക്കെ സംഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. ആരോഗ്യ പ്രശ്നത്തിലാണ് ശാരീരികമായ ക്ഷീണം, ഇടത് കണ്ണിനും ഇടത് കാലിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു കാലഘട്ടം കൂടിയാണ്. ചിന്തിക്കാത്ത സമയത്ത് പോലും നമ്മൾ ആശുപത്രിയെ സമീപിക്കേണ്ടി വരും. ഇതുപോലുള്ള രോഗാദി ദുരിതങ്ങളൊക്കെ നമ്മളെ ബാധിക്കാനൊക്കെയുള്ള ഒരു ഇട വന്നേക്കാം. അതുപോലെ നിയമപരമായി 12ാം ഭാവം ബന്ധനത്തെയാണ് ചിന്തിക്കുന്നത്. നിയമപരമായി കേസ് മുതലായ കാര്യങ്ങൾ വന്നുപെടാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. രേഖകൾ ഒപ്പിട്ട് കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം. ഈ അഷ്ടവർഗത്തിൽ ശനിയുടെ ബിന്ദുക്കൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പോയിന്റുകൾ നൽകുന്നുണ്ടെങ്കിൽ ദോഷഫലം വളരെ കുറഞ്ഞിരിക്കും. ഈ സമയത്ത് ധ്യാനം പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതുപോലെ പാവപ്പെട്ടവർക്ക് കറുത്ത വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും ആഹാരം വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഈ 12ാം ഭാവത്തിലെ ശനി നമുക്ക് ബാധകമാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ശനി ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അന്നേരം അടുത്തുള്ള ഒരു ജ്യോത്സ്യനെയൊക്കെ പോയി കാണുന്നത് വളരെ ഉത്തമമായിരിക്കും.